ഇങ്ങനെ ഒരു രസമായിട്ടുള്ളൊരു കഥയാണ് മീര പൊബ്ലാനയുടെ കഥ. പറഞ്ഞ മാതിരി വാസ്കോഡ ഗാമയുടെ ഒരു കഥ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നു? ഞാൻ ശരിക്ക് ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രീം മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മറഞ്ഞുകിടക്കുന്ന രസകരമായ ചരിത്രം പുറം ലോകത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളാട്ടിൽ മന്മഥൻ അഥവാ മാഡി എന്ന മികച്ച എഴുത്തുകാരനുമായുള്ള സംഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ നിന്നും മെക്സിക്കോ വരെ എത്തിയ മീര പൊബ്ലാനയുടെ അത്ഭുതകരമായ കഥ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. മെക്സിക്കോയിലുള്ള ഒരു സ്ത്രീയെ പറ്റി ഞാൻ ഒരു എല്ലാം സ്ലേവ്സ് ആയിട്ട് കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോയ ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ നിന്ന്. അതെ അതെ അതെ. ഭയങ്കര തന്നെ. ആ സ്ത്രീയുടെ കഥ വളരെ രസമാണ്. ഷീ ബിക്കംസ് അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു സെയിന്റ് ആയിട്ട് മാറുകയാണ് അവിടെ പോയി, മെക്സിക്കോയിൽ പോയിട്ട്. അങ്ങനത്തെ ഒരു കഥയുണ്ട്. അതിന്റെ ബേസിക് കഥ ഇതാണ്. ഒരു രാജ്പുട്ട് പ്രിൻസസ് എന്ന് പറയുന്നു, കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കൊച്ചിയിൽ ഡച്ചുകാർ കൊണ്ടുവരുന്നു. കൊച്ചിയിൽ കുറച്ചു കാലം ഇരുന്ന് ഷീ ഈസ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി. അത് കഴിഞ്ഞ് ഫിലിപ്പീൻസിൽ കൊണ്ടുവന്നു. ഫിലിപ്പീൻസിൽ കൊണ്ടുപോയി അവിടെ നിന്നുള്ള പല ആൾക്കാരെയും കൂടെ ഷീ ഈസ് ടേക്കൺ ടു മെക്സിക്കോ. മെക്സിക്കോയിൽ കൊണ്ടുപോയി ഒരു സ്ലേവ് ആയിട്ട് കൊണ്ടുപോയി. ആൻഡ് ദെൻ ഷീ യുനോ പിന്നെയുള്ളത് വായിക്കുക തന്നെ വേണം. സോ ഇവൻച്വലി ഷീ ബിക്കംസ് വെരി പോപ്പുലർ. അവര് ജനമൊക്കെ പറയും, ഐ മീൻ ദർ ഇസ് എ റിക്വസ്റ്റ് ഫോർ ഹെർ ടു ബി മെയ്ഡ് എ സെയിന്റ്. അത് വത്തിക്കാനുമായിട്ട് ഒരുപാട് നെഗോസിയേഷൻസ് നടക്കും. അവർ സമ്മതിക്കില്ല. ബേസിക്കലി ദേ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഹെർ എ സെയിന്റ്. സോ ഇപ്പോൾ മെക്സിക്കോയിൽ പോയിട്ടുണ്ടെങ്കിൽ പോബ്ല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. മീര പൊബ്ലാന എന്നാണ് പറയാം പേര്. മീര എന്നായിരുന്നു ഒറിജിനൽ പേരെന്ന് പറയുന്നു. മീര പൊബ്ലാന എന്നാണ് മെക്സിക്കോയിൽ പോയിട്ടെങ്കിൽ അറിയുന്നത് ഈ സ്ത്രീ. അപ്പൊ ഈ പൊബ്ലാനയിൽ പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു സ്റ്റാച്യു ഒക്കെ കാണാം. ഈ മീര പൊബ്ലാനയുടെ ഡ്രസ്സും മെക്സിക്കോന്റെ ഒരു നാഷണൽ ഡ്രസ്സ് മാതിരിയാണത്. അപ്പൊ മീര പൊബ്ലാനയുടെ ഡ്രസ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു രാജസ്ഥാനി സ്റ്റൈൽ ലെഹങ്ക മാരത്തൊരു ഡ്രസ്സാണ്. സോ ഈ അതൊരു നമ്മളൊരു കണക്ഷനാണ്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു രസമായിട്ടുള്ളൊരു കഥയാണ് മീര പൊബ്ലാനയുടെ കഥ. സോ ഇതുമാതിരി ഏതോ ഒരു ഗുജറാത്ത് രാജസ്ഥാൻ ആ ഭാഗത്തുനിന്ന് വന്ന് കൊച്ചിയിലുണ്ടായി കുറെ കാലം ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞ് ഫിലിപ്പീൻസിൽ പോയി കപ്പലിൽ മെക്സിക്കോയിൽ വരുന്നതാണ്. മെക്സിക്കോയിൽ ഒരുപാട് സ്ലേവ്സ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. മലയാളിയല്ല, മീൻ കൊച്ചിയിൽ നിന്നാണ് ആദ്യം വരുന്നത്. കൊച്ചിയിൽ നിന്നാണ് അവരെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഫിലിപ്പീൻസ് കൊണ്ട് അവിടെ നിന്നാണ് ട്രാൻസ്ഷിപ്പ് ചെയ്ത് എല്ലാവരും കൂടി ഒന്നിച്ച് പല സ്ഥലങ്ങളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഒന്നുമില്ലെങ്കിൽ നെതർലാൻഡ്സ്, അല്ലെങ്കിൽ വല്ല ആഫ്രിക്ക, മെക്സിക്കോ. സ്പാനിഷുകാരൊക്കെ മെക്സിക്കോയിൽ തുടങ്ങിയ സമയത്ത് ദേ നീഡഡ് ലോട്ട് ഓഫ് സ്ലേവ്സ്. അങ്ങനെ കൊണ്ട് അതാണ് മീര പൊബ്ലാനയുടെ കഥ. എന്തായാലും ഇതൊക്കെ പ്രേക്ഷകർ ശ്രോതാക്കൾ വായിക്കട്ടെ. ഡീറ്റെയിൽസ് ഇപ്പൊ നമുക്ക് ഒരു സ്നിപ്പറ്റ് മാത്രം ഇപ്പൊ ഉള്ളൂ. ബാക്കിയെല്ലാം ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് വായിക്കട്ടെ അല്ലെ. സമയം നമുക്ക് പരിമിതമാണ്. ഇതുവരെയുള്ള ഈ ഹിസ്റ്ററി റിസർച്ചിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഇതായിട്ട് എന്തൊക്കെ ഈ നമുക്ക് ഹിസ്റ്ററി പഠിക്കുന്ന സ്കൂൾ കാലത്തിൽ എനിക്ക് എപ്പോഴും തോന്നി എന്തിനാണ് ഹിസ്റ്ററി പഠിക്കുന്നത്. പക്ഷെ ഹിസ്റ്ററി പലപ്പോഴും ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഉള്ള എന്താ പറയാ ഒരു ലേണിംഗ് പോയിന്റ് ആയിട്ട് മാറുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലാവുന്നു ഇപ്പൊ ഈ പ്രായത്തിൽ. എന്താണ് മാഡിയുടെ അഭിപ്രായം? ഹിസ്റ്ററി യങ് മൈൻഡ്സും ഹിസ്റ്ററിയെ പറ്റി കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകത? നമ്മുടെ നമ്മളിപ്പോ വന്ന വഴി അറിഞ്ഞാലേ നമ്മൾക്ക് മുമ്പോട്ട് എങ്ങനെ പോകണം എന്നുള്ളത് ശരിക്കും പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും റൂട്ട്സിലോട്ട് പോകുന്നതും. പലരും ഇപ്പൊ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ DNA കിറ്റൊക്കെ ഓർഡർ ചെയ്യാൻ കിട്ടുന്നത്. എന്തിനാ ഈ DNA കിറ്റ്? പലർക്കും അറിയില്ല അവരെവിടെ നിന്ന് വന്ന ആൾക്കാരാണ്. ഇതൊരു ലാൻഡ് ഓഫ് ഇമിഗ്രൻസ് ആണല്ലോ. അപ്പൊ ഒരു 3-4 ജനറേഷൻ കഴിയുമ്പോൾ ചിലർക്ക് അറിയില്ല. അവർക്ക് അറിയാം വേഗമായിട്ട് ഞാൻ മെക്സിക്കോ വന്ന് ഇവിടെ വന്ന, അല്ലെങ്കിൽ ഞാൻ അയർലാൻഡിലായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദർ. സോ ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ ഓരോ പരിപാടികൾ തുടങ്ങുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഡോക്യുമെന്റഡ് ഫാമിലീസ് ആണെങ്കിൽ അവർക്ക് ഓഫ് കോഴ്സ് ദേ ക്യാൻ യൂസ് പല ലൈബ്രറീസും പല ഡിസ്ട്രിക്ട് റെക്കോർഡ്സും ഒക്കെ നോക്കി കണ്ടുപിടിക്കാം. ബട്ട് ജനറൽ ഹിസ്റ്ററി അവര് ഒരു പൊസിഷൻ ചെയ്യുന്നു. അതായത് ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് വരുന്നത്, കേരളത്തിൽ ഇപ്പോൾ വാട്ട് വാസ് അവർ പൊസിഷൻ ഇൻ ഹിസ്റ്ററി? ട്രേഡ് ആയിരുന്നു മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇൻവോൾവ്മെന്റ്. നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല യുദ്ധങ്ങളും പല കാര്യങ്ങളും ഒക്കെ കണക്ട് ചെയ്തെടുക്കാം. പക്ഷെ നമ്മളെ കാര്യം നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി ട്രേഡാണ് നമ്മുടെ ഇൻവോൾവ്മെന്റ്. അപ്പൊ ഇന്ത്യൻ ഓഷ്യൻ ട്രേഡിലാണ്
മെയിൻ ഇൻവോൾവ്മെന്റ്. ആസ് യു ഗോ ബാക്കിലോട്ട് ഇങ്ങനെ പോകുന്തോറും യു ക്യാൻ സി ഹൗ കണക്റ്റഡ് യു ആർ. ഒരു കാലത്ത് വളരെ മുമ്പിലായിരുന്നു. എന്താ പറയാ, ഈ മലബാറോ അല്ലെങ്കിൽ കൊല്ലോ കൊച്ചിയോ ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയായിരുന്നു. സോ ഇപ്പൊ ഏത് പഴയ റെക്കോർഡ് 15th century 16th century റെക്കോർഡൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് മെൻഷൻസ് ഓഫ് ഓൾ ദീസ് പ്ലേസസ്. സോ അന്ന് കാലത്ത് വളരെ പോപ്പുലർ ആയിരുന്ന ഒരു ഏരിയ ആയിരുന്നു. അത് ഇപ്പോഴത്തെ കോളേജുകളിലോ സ്കൂളുകളിലോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് പഠിപ്പിക്കുന്നില്ല. ഒരു വേഗമായിട്ട് പറഞ്ഞ മാതിരി, ജിമ്മി പറഞ്ഞ മാതിരി, വാസ്കോഡ ഗാമയുടെ ഒരു കഥ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ട് വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നു അത് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഓക്കെ, പെപ്പറിന് വന്നു എന്ന് പറയും. പക്ഷെ പുള്ളി ശരിക്കും വരുന്നത് പെപ്പർ മാത്രമല്ല, പ്രസ്റ്റർ ജോൺ എന്ന് പറഞ്ഞ ഒരു പാതിരി അന്വേഷിച്ചിട്ടാണ് പുള്ളി വരുന്നത്. അത് അങ്ങനത്തെ ഇതൊന്നും പലർക്കും അറിയില്ല. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോൾ ഇറ്റ് ബിക്കംസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ നമ്മളെയൊക്കെ ഒരു കാലത്ത് വലിയ കാര്യമായിരുന്നു, എന്താ പറയുക, വെസ്റ്റേൺ നേഷൻസിൽ എന്ന് അറിയുമ്പോൾ കുറച്ചും കൂടെ ഒരു മതിപ്പ് വരുന്നു. കുറച്ചും കൂടെ ദേ ബിക്കം മോർ ആൻഡ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ അവർ ഹിസ്റ്ററി. അങ്ങനെയാണ് എൻകറേജ് ചെയ്യേണ്ടത്. പിന്നെ ഓക്കെ, യൂത്തിന്റെ കാര്യം പറഞ്ഞില്ല. ഇത് നമ്മളിപ്പോൾ ഒരു 10-20 പേജുള്ള ഒരു വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നാട്ടിലത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് ഒരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി. കാരണം അവരത് അതിന്റെ ഫാക്ച്വൽ കണ്ടന്റ് മാത്രമേ അതിനകത്ത് കാണുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് മെന്റ് ടു സ്റ്റിമുലേറ്റ് ദി യങ് മൈൻഡ്. അപ്പോൾ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കണം. ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ യു വിൽ ഫൈൻഡ് ദാറ്റ് ദ ടോപ്പിക് ഇസ് പ്രസന്റഡ് ഇൻ എ വെരി ഡിഫറെന്റ് വേ. വളരെ ലഘുവായി നല്ല രസമായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യണം. നമ്മളൊക്കെ വാട്ട് വി ക്യാൻ ഡു ഇസ് ഇങ്ങനത്തെ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷോർട്ടർ ആർട്ടിക്കിൾസ് ഒക്കെ give a little better background, കുറച്ചും കൂടി ഒരു ഫ്ലേവർ കൊടുക്കുന്നു ആൻഡ് എൻകറേജസ് ദം ടു സ്റ്റഡി ഇറ്റ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനും തുടങ്ങിയ സമയത്ത് ഇത് ഞാൻ ശരിക്ക് ഈ ഫീൽഡിലോട്ട് ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം എഴുതാൻ തുടങ്ങിയപ്പോൾ ഓഫ്കോഴ്സ് ഞാൻ വല്ലതും വായിക്കും, പഠിക്കും, എനിക്ക് ഇഷ്ടമാവും, ഞാൻ അതിനെ പറ്റി എഴുതും. പിന്നെ എനിക്ക് മനസ്സിലായി ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പലരും മലയാളം വായിക്കില്ല. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ട്, ഈ പല പുസ്തകങ്ങളും നമ്മുടെ ഹിസ്റ്ററി സോഴ്സ് ബുക്സ് മലയാളത്തിലാണ്. അപ്പൊ അവർക്കത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. ഈ ട്രാൻസ്ലേഷൻ എഞ്ചിൻസ് ഇപ്പോഴും ഇല്ല. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു റീഡ് മലയാളം ബുക്ക്, മലയാളം വായിക്കാൻ അറിയില്ലെങ്കിൽ. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ യു വിൽ ഫൈൻഡ് ആർട്ടിക്കിൾസ് ഒക്കെ. പക്ഷെ ഞാൻ വിചാരിച്ചു, ശരി, ചില ടോപ്പിക്സ് ഒക്കെ, നല്ല ടോപ്പിക്സ് ഒക്കെ, ഞാൻ ഇംഗ്ലീഷിലില്ലാത്ത ടോപ്പിക്സ് ഞാൻ ചിലത് സബ്ജക്ട്സ് ആക്കി ചെറിയ ആർട്ടിക്കിൾസ് എഴുതാൻ തുടങ്ങി. അത് പോപ്പുലറായി. പലരും എനിക്ക് എഴുതുന്നത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്, എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് വീട്ടിലൊക്കെ, പക്ഷെ ഇതെന്താന്നുള്ളത് ഇപ്പോൾ വായിച്ചിട്ടാണ് അറിയുന്നത്. അപ്പോൾ ദാറ്റ് എൻകറേജ് മീ ഓൾസോ. അങ്ങനെയാണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ തുടങ്ങുന്നത്. 3 ബ്ലോഗ് സൈറ്റ്സ് ഒക്കെ തുടങ്ങുന്നതൊക്കെ കാരണം ഇതാണ്. സോ ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മുടെ യങ് ജനറേഷൻ. പക്ഷെ ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ദർ ഹാസ് ടു ബി മോർ സബ്ജക്ട് മാറ്റർ. അപ്പോൾ അത് കുറേയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഞാൻ. തെറ്റൊന്നും ഇല്ലാതെ, അധികം എക്സാജറേഷൻ ഒന്നും ഇല്ലാതെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി ഞാൻ ഇതാണ് സബ്ജക്റ്റ്, നിങ്ങൾക്ക് കുറച്ചും കൂടി വായിക്കണമെങ്കിൽ ഇതാ റെഫറൻസസ് എന്ന് പറഞ്ഞ 10 ഞാൻ സ്റ്റഡി ചെയ്തിട്ടുള്ള 10 പുസ്തകങ്ങളുടെ ലിസ്റ്റും കൊടുക്കുന്നു. സോ ദേ ക്യാൻ ഗോ ഫ്രം ദെയർ ടു ദാറ്റ്. പിന്നെ ഇനിയും വായിച്ച് പഠിക്കാതിനെ പറ്റി. അങ്ങനെയാണ് എൻ്റെ ഔട്ട്ലുക്ക് ഇതിനെ പറ്റിയിട്ട്. ഇപ്പോൾ നമ്മൾ ഗ്ലോബലൈസേഷൻ, റാപ്പിഡ് പേസ്, വളരെ സ്പീഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ എന്താണ് ദിവസം കൂടുന്തോറും AI-യും കാര്യങ്ങൾ മാറി സിറ്റുവേഷൻസ് മാറി വരുന്നു. പെട്ടെന്ന്, വളരെ പെട്ടെന്നാണ് ഇപ്പൊ കാര്യങ്ങൾ. അപ്പൊ ഈ നമ്മുടെ കേരളത്തിന്റെ പൈതൃകം അല്ലെങ്കിൽ കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും അറ്റ് റിസ്ക് ആയിട്ടുണ്ടോ? നമ്മൾ എന്താണ് പ്രാധാന്യം കൊടുക്കാത്ത ഏരിയാസ് ഉണ്ടോ? ഇവിടെ അഗൈൻ വി ഗോ ടു സോഴ്സ് മെറ്റീരിയൽ. ഓക്കെ, ആദ്യം എഴുതിയിട്ടുള്ള കഥകളൊക്കെ, ബുക്സ് ഒക്കെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ അത് ഒരുമാതിരി സെക്കൻഡറി സോഴ്സ് ആയിട്ട് വരും. പക്ഷെ പ്രൈമറി സോഴ്സസ്, അതായത് നമ്മുടെ ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥവരി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു കോമൺ മാനിന് ഒരിക്കലും റെഫർ ചെയ്യാനോ വായിക്കാനോ കിട്ടില്ല ഇവിടെ. അതേപോലെ ഒരാൾക്ക് ഇപ്പോൾ സ്റ്റഡി നടത്തണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആർക്കൈവ്സിലൊക്കെ പോയിട്ട് ഒരു സാധനം നമ്മളിപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അവർ റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ എന്നാലും ഈവൻ ശരിക്കും ആവശ്യമുള്ള ആളാണെങ്കിൽ കൂടി ഒരുപാട് ബുദ്ധിമുട്ടണം എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ. രണ്ടാമത് അത്
അതിന്റെ കൂടെ ഒരു ട്രാൻസ്ലേഷനോ അതിന്റെ കൂടെ ഒരു സ്റ്റഡി, ബേസിക് സ്റ്റഡി, ഇതൊന്നും അവൈലബിൾ അല്ല ഇപ്പൊ മിക്ക സ്ഥലത്തും. സോ ഇപ്പൊ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്, പലതും ട്രാൻസ്ക്രൈബ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഇറ്റ് ഇസ് സ്റ്റിൽ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഈ ഹാർഡ് കോർ റിസർച്ച് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മാത്രമേ ആക്സസിബിൾ ആയിട്ടുള്ളൂ. ഇതൊക്കെ കുറച്ചും കൂടി ഈസി ആക്കി അവൈലബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ പലർക്കും റെഫർ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. രണ്ടാമത് നമ്മള് ഇപ്പൊ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഞാൻ പണ്ട് ചെറുതായിരുന്ന സമയത്ത് എൻ്റെ നാട്ടില് പല്ലാവൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കണോ അത്താണിക്കല്ല് എന്താണെന്നറിയോ? അത്താണിക്കല്ല് അതായത് പണ്ട് കാലത്ത് ഈ വഴി നടക്കുമ്പോൾ വഴിയോരത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തലയിൽ നിന്നുള്ള ഭാരമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം അത്താണിക്കല്ല്. ഇങ്ങനെ പല പല പഴയ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം പോയി, ഇപ്പൊ ഒന്നും കാണാൻ കൂടി കിട്ടില്ല. എല്ലാം റോഡും വീടുകളും ഒക്കെ വന്നപ്പോ അതെല്ലാം പോയി. സോ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വി ഷുഡ് ഹാവ് സോർട്ട് ഓഫ് കൺസേൺഡ്. എന്താ പിന്നെ വളരെ വാല്യുബിൾ ആയ തന്നെ. ഇപ്പൊ സ്റ്റോൺ ഹെഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ട്. സ്റ്റോൺ ഹെഞ്ചിൽ ഒരു സ്റ്റോൺ സർക്കിൾ ആണുള്ളത്. അത് കാണാൻ ഒരു കൊല്ലത്ത് എത്രയോ മില്യൺ ആൾക്കാർ പോകുന്നു വെറും കല്ലുകൾ കാണാൻ വേണ്ടി. അതിനെപ്പറ്റി ഒരു കഥയുണ്ടാക്കിയിട്ട് അതിനെപ്പറ്റി ഒരു സൈറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരുപാട്, കേരളത്തിൽ, ഞാൻ പറയുന്നത് കേരളത്തിൽ, ഓഫ്കോഴ്സ് നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വലിയ കൊട്ടാരങ്ങളും ഫോർട്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതുമാരത്തെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. തൊപ്പിക്കല്ലെന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങൾ, ഇതൊന്നും ചിലർക്ക് ഉണ്ടെപ്പോഴും. പക്ഷെ എന്നാലും അതിനെപ്പറ്റിയൊന്നും ആർക്കും അറിയില്ല, അതിനെപ്പറ്റി പ്രചാരണമില്ല, അതിനെപ്പറ്റി. സോ അതൊക്കെ കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ ചെറുപ്പക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എന്നാലേ അത് ഇനിയും നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ പോവും, അടുത്ത ബിൽഡിംഗ് സ്പ്രീയില് അതെല്ലാം പോവും. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇഫ് യു സി എല്ലാ സിറ്റിയിലും ഇപ്പൊ ഒരു മൂവ്മെന്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഹിസ്റ്ററി എന്തെങ്കിലും കൺസേർവ് ചെയ്യണം, നമുക്കായിട്ട് വല്ലതും വേണമെന്നൊക്കെ. ഇപ്പൊ മ്യൂസിയറിന്റെ കൊച്ചിയിലൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. എന്നാല് കാഞ്ഞങ്ങാട് പോയപ്പോ അവിടെ ഉണ്ടായിരുന്നു, ബീച്ചിൽ ഒരു ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു. ദേ വർ ബേസിക്കലി ട്രൈങ് ടു ഹാവ് ഒരു ഫെയർ മാതിരി നടന്ന്. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നാട്ടില്. മോർ ആൻഡ് മോർ ഇനിയും വേണം അത് ആക്ച്വലി, എന്നാലേ ഒരു എൻകറേജ്മെന്റ് വരുള്ളൂ, എല്ലാവർക്കും ഒരു അറിവും കിട്ടുള്ളൂ. ഇവിടെ അമേരിക്കയിലാണെങ്കിൽ വേറൊരു ചെറിയ ടൗണിലാണെങ്കിലും വലിയൊരു സംഭവം ഉണ്ടാക്കി അവിടെ ടിക്കറ്റും വെച്ച് നല്ലതായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കുമ്പോൾ, ഇപ്പൊ ഞാൻ നമ്മുടെ എറണാകുളത്തെ ഹിൽ പാലസ്, അവിടെ എത്ര പ്രഷ്യസ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒരു ദിവസം ന്യൂസ് വായിക്കുന്നു, അവിടുത്തെ പോയി കള്ളന്മാർ അത് മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നു, പകുതി സാധനങ്ങൾ, പ്രഷ്യസ് സാധനങ്ങൾ. അതൊക്കെ ഇതിനെക്കാട്ടും എത്ര മഹത്തായ ആർട്ടിഫാക്ട്സ് ആണ് അവിടെ ഉള്ളത്, പഴയ സാധനങ്ങൾ. അതൊക്കെ പ്രിസർവ് ചെയ്ത് ഇതിനെക്കാട്ടും കൂടുതൽ ചാർജ് ചെയ്ത് നമ്മുടെ ടൂറിസം ഉണ്ടെങ്കിലും നമുക്ക് ടൂറിസത്തിനെ ഫുൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ച് ഒരു 10 times ഇത് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും ശരിയാക്കാം. അതേസമയം ആ പഴയ കാര്യങ്ങൾ പ്രിസർവ് ആവുകയും ചെയ്യാം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്. അല്ല, ഉണ്ട്. ഇറ്റ് ഇസ് ഇംപ്രൂവ്ഡ് ക്വൈറ്റ് എ ലോട്ട്. ഇപ്പൊക്കെ ഈ കഴിഞ്ഞൊരു 10-15 കൊല്ലത്തിൽ തിങ്സ് ഹാവ് ഇംപ്രൂവ്ഡ് ആക്ച്വലി. ഒരുപാട് അവയർനെസ് ഉണ്ട്, പക്ഷെ പോരാ, ഇനിയും വേണം. അതിന് അവയർനെസ് മാത്രം പോരാ, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇവിടെയൊക്കെ ഒരു മ്യൂസിയം നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് ഇറ്റ് ഇസ് സോ വെൽ മെയ്ഡ്. അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ദ വേ ദേ ആർ ഡിസ്പ്ലേയിങ് ആൻ ഓബ്ജെക്ട്. ഇപ്പൊ ഞാൻ പണ്ട് കാലത്ത് ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോട് സാമൂതിരി ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അത് അവിടെ ഇവിടേക്ക് കുറെ സാധനങ്ങളൊക്കെ വെച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം പോയപ്പോൾ അങ്ങനത്തെ ഒരു അതേ ഇല്ല. ഇറ്റ് വാസ് ഗോഡ്. വേറെ ബിൽഡ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ഇത് കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി വലിയ ഒരു ഓബ്ജക്റ്റ് ആയിട്ട് ഒരു മ്യൂസിയം ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ there'll be more interest. വിസിബിൾ ആയിരിക്കണമല്ലോ എല്ലാം. ഇറ്റ് ഷുഡ് ബി വിസിബിൾ ടു an individual, നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാപിറ്റലിസത്തിൽ നിന്ന് ഒരു കാര്യം പഠിക്കാൻ പറ്റുന്നത്, ഇപ്പൊ കൊക്കക്കോളയ്ക്ക് ഒരു മ്യൂസിയം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ആൾക്കാർ $19 കാശ് കൊടുത്ത് അകത്ത് കയറുകയും അത് കാണാൻ വേണ്ടി, കൊക്കക്കോളയുടെ ചരിത്രം കാണാൻ. അതായത് ഒരു ശീതള പാനീയത്തിന്റെ ചരിത്രം കാണാൻ പോലും അമേരിക്കക്കാരും ലോകത്ത് മുഴുവൻ ആൾക്കാർ വന്ന് ഈ അറ്റ്ലാന്റയിൽ വന്ന്. ഇവിടെ അതുമാതിരി പെപ്സിക്കോള ഇവിടുന്നാണല്ലോ. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഭയങ്കര സാധനങ്ങളുണ്ട്, വളരെ കൗതുകകരമായ സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അവിടെ എത്തിയിട്ടില്ല. നമ്മുടെ ഇല്ല, വരും ഏറ്റവും അവയർനെസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പുസ്തകങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് പുതിയ ഹിസ്റ്റോറിയൻസ് വരുന്നുണ്ട്. ഇപ്പൊ മനു പിള്ളയൊക്കെ ഹി ഹാസ് ബ്രോട്ട് ഹിസ്റ്ററി ടു ദ ഫോർ. ഒരു സാധാരണ മനുഷ്യന് ഇൻട്രസ്റ്റ് വരുന്നു, പുസ്തകം പൈസ കൊടുത്ത് വാങ്ങുന്ന അങ്ങനത്തെ നല്ല റൈറ്റേഴ്സ് വന്ന കാരണമാണ്. ഒരുപാട് പേരുണ്ട്. മനു നമ്മുടെ ഒരു എക്സാമ്പിൾ ആണ്. പക്ഷെ
അതുമാതിരി വേറെ ഉണ്ട് റൈറ്റേഴ്സ്, കേരളത്തിൽ കുറവാണെങ്കിൽ കൂടി ഉണ്ട്. യെസ്. ഭാവി സ്വപ്നങ്ങൾ ചെറുതായിട്ട് പറഞ്ഞു. എന്നാലും ഭാവി സ്വപ്നങ്ങൾ എന്താണെന്നൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ മാതിരി ഞാൻ സീരിയസ് റൈറ്റിങ്ങിലോട്ടാണ് ഞാൻ പോകുന്നത്. ഇൻ ദ സെൻസ് ഒരു 4-5 പ്രോജക്ട്സ് ഉണ്ട്, ബുക്ക് പ്രോജക്ട്സ് ഉണ്ട്. അതെല്ലാം 1 by 1 ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യണം. സോ അതാണ് ഉദ്ദേശം. അത് ഈ കൊല്ലം അവസാനം മുതൽ തുടങ്ങും. കേരളത്തിനെ കുറിച്ച് എന്താണ് സ്വപ്നം? നമ്മളൊക്കെ സാധാരണ വെക്കേഷന് പോകുന്ന ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല 87 മുതൽ എല്ലാ കൊല്ലവും പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ കൊല്ലം ഞാനിങ്ങനെ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണും. ഇപ്പോ കേരളം നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാർ കുറവാണ്. പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം നാട് വിടുന്നു. അതിൽ തെറ്റ് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ പോകുമ്പോൾ കാണുന്നത് അതാണ്. പ്രായമായിട്ടുള്ള ആൾക്കാരുടെ നാടായി വരുന്നുണ്ട് അത്. ഇറ്റ് ഹസ് ബിക്കം എ റിട്ടയർഡ് പാരഡൈസ് മാതിരി ആയി തുടങ്ങിയിട്ടുണ്ട്. അല്ല, അങ്ങനെ ആയ ബുദ്ധിമുട്ടാണ് പിന്നീട്. സോ അതിപ്പോ നമ്മളെ നാട്ടില് ഇൻഡസ്ട്രീസ് ഇല്ല, എംപ്ലോയ്മെന്റ് അവന്യൂസ് ഇല്ല. അതൊക്കെ കാരണമാണ് ഒരു കാലത്ത് എല്ലാവരും പോയിരുന്നത് പുറത്തോട്ട്. പക്ഷെ ഇപ്പോൾ അവിടെ കുറെ ടെക് സിറ്റികളും അതൊക്കെ വരുന്നുണ്ടല്ലോ. സോ ആൻഡ് ദേ ആർ എൻവയറൺമെന്റ് ഫ്രണ്ട്ലി. അപ്പൊ നമ്മുടെ നാട്ടിൽ അതായിരുന്നല്ലോ മെയിൻ വൺ ഓഫ് ദ റീസൺസ്. വലിയ വലിയ ഇൻഡസ്ട്രീസ് ഒന്നും ദാറ്റ് വാസ് വൺ ഓഫ് ദ റീസൺസ് വൈ ദേ ഡിഡ്ന്റ് ഹാവ് ഇറ്റ് ഇൻ കേരള. പക്ഷേ മോർ എംപ്ലോയ്മെന്റ് അവന്യൂസ് ചെറുപ്പക്കാർക്കുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും, ചെറുപ്പക്കാർ കുറച്ചും കൂടെ ഉണ്ടാവും. ആൻഡ് ദാറ്റ് വിൽ മേക്ക് ഇറ്റ് എ മോർ വൈബ്രന്റ് സിറ്റി. ഇപ്പോൾ ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. എനിക്ക് വളരെ സന്തോഷമാണ് ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ. പക്ഷേ ഇറ്റ് വിൽ ബി നൈസ് ഇഫ് ദർ ആർ മോർ യങ്സ്റ്റേഴ്സ് അറൗണ്ട്. ഉണ്ട്, പക്ഷെ ഇനിയും വേണം. അവരവിടെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലി എടുക്കണം. ഞാനത് പറയുമ്പോൾ പലരും പറയും, താൻ പുറത്തു പോയിരിക്കുന്ന മനുഷ്യനല്ല, താനിക്ക് പറയാൻ എളുപ്പ എന്ന് പറയും. പക്ഷേ ഞാൻ പൊതുവെ അങ്ങനെയാ. ഇപ്പൊ ഞാനാണെങ്കിലും ഇതുപോലെ എല്ലാ വർഷവും ആ നാട്ടിൽ പോകാനുള്ള അതാണ് എക്സൈറ്റ്മെന്റ്. നാട്ടിൽ കൂടെയുള്ള ആ പഴയ ഇതും ഒരു എന്താ നൊസ്റ്റാൾജിയ. അതെ, നൊസ്റ്റാൾജിയ. നമ്മുടെ നാട് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഫീലിംഗ്. അത് പ്രത്യേകിച്ചും നമ്മളെ പോലെ പുറത്തുള്ള ആൾക്കാർക്കാണ് കൂടുതൽ സ്നേഹം എന്ന് തോന്നുന്നു ചില സമയത്ത്. അതെ, അത് the roots are pulling, അതാണ് കാര്യം. വളരെ വളരെ നന്ദി ഇത്രയും നേരം ഡ്രീം മലയാളത്തിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന്. സാറിന്റെ എല്ലാ ഭാവി സ്വപ്നങ്ങളും ഒട്ടും താമസമില്ലാതെ സഫലമാകട്ടെ. താങ്ക് യു വെരി മച്ച് ജിമ്മി. ഓൾ ദ ബെസ്റ്റ്. എല്ലാം നന്നായിരിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഒരു മഹാസാഗരത്തിലെ 1-2 തുള്ളികൾ മാത്രമാണ്. ഉള്ളാട്ടിൽ മന്മഥൻ എന്ന എഴുത്തുകാരൻ്റെ കഴിവിൻ്റെ വ്യാപ്തി അടുത്തറിയാൻ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബ്ലോഗുകൾ സന്ദർശിക്കുക. ഡ്രീം മലയാളത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും 1000 നന്ദി. ഒരു നല്ല നാളേക്കായി സ്വപ്നം കാണാം, അതിനുവേണ്ടി പരിശ്രമിക്കാം.